السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. حول ولا قوة إلا بالله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. ബഹുമാനപ്പെട്ട ഈ നാടിൻ്റെ ദീനിയായ കാര്യങ്ങളുടെ കാര്യദർശിയും മുസ്ലിം ബഹുജനത്തിന്റെ അധ്യക്ഷനും പരിപാടിയുടെ അധ്യക്ഷനും ഇവിടെയുള്ള ഒരുപാട് സംരംഭങ്ങളുടെ പിതാവുമായ ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് അവർകളെ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തെന്ന ബഹുമാനികളിൽ ബഹുമാനിയായ ആഷിർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, എന്റെ സന്തത സഹചാരിയും ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് എപ്പോഴും എനിക്ക് താങ്ങായി നിന്നിട്ടുള്ളവരുമായ ബഹുമാനപ്പെട്ട മാണിയൂരുകാരുടെ സ്വന്തം CKK അവർകളെ, ബഹുമാനപ്പെട്ട ഉലമാക്കളെ, ഉമറാക്കളെ, നേതാക്കളെ, സർവോപരി പരിപാടിക്ക് വേണ്ടി എത്തിച്ചേർന്ന ബഹുമാന സഹോദര സഹോദരിമാരെ, അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു വലിയ അർഹമായ പ്രതിഫലം നൽകട്ടെ. എല്ലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു റഹ്മത്ത് ചൊരിഞ്ഞു തരികയും ഖൈറിനെ അള്ളാഹു തആല ഏറ്റവും അസ്ലഹായ അൻഫഅയ ഖൈർ അള്ളാഹു നിലനിർത്തി തരികയും ചെയ്യട്ടെ. എല്ലാ മുസീബത്തിനെ തൊട്ട് അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഈ നാട്ടിൽ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. മുതഅല്ലിമീങ്ങൾക്ക് അള്ളാഹു വലിയ മൂർച്ചയുള്ള ഇൽമ നൽകട്ടെ. ബിരുദധാരികളായ ആലിമീങ്ങൾക്ക് നേതൃത്വത്തെ അനുസരിച്ച് ധീരമായി മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകട്ടെ. പെണ്ണുങ്ങളെ അള്ളാഹു സാലിഹത്തുകളിൽ പെടുത്തട്ടെ. അള്ളാഹു തആല ഈ നാടിന് നേതൃത്വം നൽകുന്നവർക്ക് എല്ലാവിധ റഹ്മത്തും ചൊരിഞ്ഞു തരട്ടെ. ഇത് മുഅ്മിനീങ്ങൾക്ക് അത്താണിയായ നാടാക്കി തരട്ടെ. അള്ളാഹു എല്ലാ സംരംഭവും വിജയിപ്പിക്കട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഇവിടെ ബഹുമാനപ്പെട്ട CKK അനുസ്മരിച്ചതുപോലെ നമ്മളെയൊക്കെ കൊതിപ്പിച്ചിട്ടുള്ള സ്വാലിഹീങ്ങളിൽ നമ്മളെയും അള്ളാഹു തആല ചേർത്ത് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മഴ കാരണം ഞാനും CKKയും പങ്കെടുത്ത ഒരുപാട് പരിപാടികൾ ഇതിനകം നിർത്തിവെച്ചിട്ടുണ്ട് എന്നത്, ഞാൻ പ്രസംഗം തുടങ്ങുമ്പോഴത്തിന് മഴ പെയ്യുന്ന ഒരുപാട് സദസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനത് CKKയോട് പറഞ്ഞിങ്ങനെ ചിരിക്കായിരുന്നു. സ്വാഗതവും അധ്യക്ഷനും ആശംസയും പറഞ്ഞ് എന്നെ വിളിക്കുമ്പോഴത്തിന് മഴ പെയ്യും. അങ്ങനെ ഒരുപാട് പരിപാടികൾ ഞാനും CKKയും പങ്കെടുത്ത് എനിക്ക് മഴ കണ്ടാൽ ചിരി വരും. കാരണം എനിക്ക് മിക്കവാറും പെട്ടെന്ന് പോവാലോ എന്നാണ് എന്റെ ധാരണ. പിന്നെ ആ മഴ പെട്ടെന്ന് അങ്ങനെയോട് തീരുകയില്ല. അങ്ങനെ ഒരുപാട് പരിപാടികളിൽ ഞാനും CKKയും പങ്കെടുത്തിട്ടുണ്ട്. അതിനൊരു വലിയ കാരണം എനിക്ക് തോന്നുന്നത്, മഴക്ക് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ പേര് റഹ്മത്ത് എന്നാണ്. എനിക്ക് എന്റെ വല്യപ്പെട്ട പേരും റഹ്മത്ത് തന്നെയാണ്.
വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മത്തിഹി നാം. റഹ്മത്താകുന്ന മഴക്ക് മുന്നോടിയായി കാറ്റുകളെ അയക്കുന്നവനാണ് അള്ളാഹു എന്ന് പറയുന്നത്. അപ്പോൾ ഈ റഹ്മത്ത് എന്ന സംഗതിയുടെ ഒരു ബന്ധമാകാം. അള്ളാഹു ആലും അള്ളാഹു അംഫആയ മഴ നമുക്ക് ചൊരിഞ്ഞു തരട്ടെ. ഷെറിനെ തൊട്ട് അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. ഞാന് ഒരല്പം കാര്യം മാത്രം നിങ്ങളെല്ലാവരും ചെവി തുറന്ന് വെച്ച് കേട്ട് മനസ്സിലാക്കിയാൽ അള്ളാഹു എനിക്കും നിങ്ങൾക്ക് ഉപകരിപ്പിക്കട്ടെ. ഒരു മുഅസ്സിറത്തായ വാക്ക് മാത്രം പറയാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഅസ്സിറത്താവേണ്ടത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ്. ആവേണ്ടത് അള്ളാഹുവിന്റെ തരട്ടെ. ജനങ്ങളെ, ചെറുപ്പക്കാരെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇനി നിങ്ങളോട് പറയാനുള്ള കാര്യം, നമ്മുടെ ഈ ലോകത്ത് അനിച്ച് നോമ്പ് അധികരിച്ചിട്ടുണ്ട്, ഹജ്ജ് എമ്പാടും അധികരിച്ചിട്ടുണ്ട്. അതായത് ഹജ്ജ് അധികരിക്കുന്നു കൊല്ലത്തിൽ ഒരു, അതായത് ഹജ്ജ് അധികരിക്കുന്നു ഒരുപാട് ഹജ്ജ്, അതായത് ഹജ്ജ് അധികരിക്കുന്നു ഹജ്ജ് ചെയ്യുന്ന ആളുകൾ വളരെ ഏറെ അധികരിച്ചിട്ടുണ്ട്. കൊല്ലം തന്നെ ഹജ്ജിന് പോകുന്നവരും അത് മതിയാങ്ങാഞ്ഞിട്ട് ഉംറക്ക് പോകുന്നവരും എമ്പാടും ഉണ്ട്. മതിയാങ്ങാഞ്ഞിട്ട് ഉംറ ഇത്രയൊന്നും ആളുകൾ എന്റെ കുട്ടിക്കാലത്ത് ഹജ്ജിനോ മറ്റോ ഉണ്ടായിരുന്നില്ല. റമളാൻ മാസത്തിൽ പോലും കള്ളത്തരത്തിൽ ചാടിപ്പോയി ചായ കുടിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ എന്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ അതേ തറവാടുകളിൽ നിന്ന് ഇന്ന് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോക്കുന്ന ഇതൊക്കെ നേരാണ്, സത്യം. എന്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന അത്തരം കാര്യങ്ങളൊന്നും ഇന്നില്ല. ഇന്ന് റമളാൻ മാസത്തില് അവിടെയും ഇവിടെയും ഒക്കെ പാടവരമ്പത്തിന്റെ ഇറമ്പിലും മറ്റൊക്കെ ആയിട്ട് നോമ്പ് നോക്കാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ചായമക്കാനികൾ റമളാനിനോടനുബന്ധിച്ച് ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്ന ചായമക്കാനികൾ ഇന്ന്
അപ്പൊ നോമ്പ് നോൽക്കുന്നവർ സുന്നത്ത് നോമ്പ് നോൽക്കുന്ന തഹജ്ജുദ്കാരനത് എന്റെ കാലത്ത് വളരെ അപൂർവം ആളുകൾ മാത്രം ചെയ്യുന്നതായിരുന്നു. അത് സൊസൈറ്റിയിൽ മുസ്ലിം ജനതയിൽ വളരെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം സ്വതക്ക കൊടുക്കുന്നത് അധികരിച്ചിട്ടുണ്ട്. എല്ലാം വിരുന്ന് അധികരിച്ചിട്ടുണ്ട്. വിരുന്നിനുള്ള വിഭവങ്ങൾ അധികരിച്ചിട്ടുണ്ട്. സുന്നി മക്കൾ ഉയരുകയായി, സംഘമായി വളരുകയായി, സത്യദീനിൻ പൊരുളുകളായി, സ്വാഭിമാനം നിറയുകയായി. മുല്ലക്കോയ തങ്ങൾ മുല്ലപ്പൂവാം തിങ്കൾ, മുല്ലക്കോയ തങ്ങൾ മുല്ലപ്പൂവാം തിങ്കൾ. വിൽമിൻ വന്ന തെങ്ങൽ പാലഞ്ചും തങ്ക തൂവൽ, വിൽമിൻ വന്ന തെങ്ങൽ പാലഞ്ചും തങ്ക തൂവൽ. അഴകോടെ വളർത്തിയതല്ലേ അജമായ സമസ്തയിതല്ലേ, അഴകോടെ വളർത്തിയതല്ലേ അജമായ സമസ്തയിതല്ലേ. ഈ പ്രസ്ഥാനത്തിൽ വാവ കൽപ്പാന്താവുന്നിൽ വാവ, ഈ പ്രസ്ഥാനത്തിൽ വാവ കൽപ്പാന്താവുന്നിൽ വാവ. വാനിൽ നിന്നും പൊന്നായി മൂവർണ്ണ കൊടിയും നന്നായി, വാനിൽ നിന്നും പൊന്നായി മൂവർണ്ണ കൊടിയും നന്നായി. വാടാമല്ലിപ്പൂവായി മധുഹേറും ദീനിൻ കണ്ണായി, വാടാമല്ലിപ്പൂവായി മധുഹേറും ദീനിൻ കണ്ണായി. പാറും പുണ്യക്കൊടികൾ എൻ സത്യസമസ്ത കൊടികൾ, പാറും പുണ്യക്കൊടികൾ എൻ സത്യസമസ്ത കൊടികൾ. ആ കൊടികൾ ഉയർത്താൻ വാവ ഈ പ്രസ്ഥാനത്തിൽ വാവ, ആ കൊടികൾ ഉയർത്താൻ വാവ ഈ പ്രസ്ഥാനത്തിൽ വാവ. മുല്ലക്കോയ തങ്ങൾ മുല്ലപ്പൂവാം തിങ്കൾ, മുല്ലക്കോയ തങ്ങൾ മുല്ലപ്പൂവാം തിങ്കൾ. നാദ
നാദം എന്റെ സമസ്ത, മേരിൻ നാദം എന്റെ സമസ്ത, ഹൈറിൻ മാർഗം എന്റെ സമസ്ത, ഇഷ്കിൻ രാഗം എന്റെ സമസ്ത, അരിവിൻ താളം എന്റെ സമസ്ത, അഹദിൻ വഴി എന്റെ സമസ്ത, അറിവിൻ ധ്വനിയായി എന്റെ സമസ്ത, അലിവിൻ ബഹറായി എന്റെ സമസ്ത, ശംസുലുലമ ശംസുലി ശാത്തി സംസ്കാരത്തിൻ പാലൊളി വിതറി മാതപ്പതി പൂക ഈ പ്രസ്ഥാനത്തിൽ വാവ, മാതപ്പതി പൂക ഈ പ്രസ്ഥാനത്തിൽ വാവ, ആവേശത്തിൽ വാവ ഈ സംഘം ചേരാൻ വാവ, ആവേശത്തിൽ വാവ ഈ സംഘം ചേരാൻ വാവ, മുല്ലക്കോയ തങ്ങൾ തേമുള്ള പൂവാം തിങ്കൾ, മുല്ലക്കോയ തങ്ങൾ തേമുള്ള പൂവാം തിങ്കൾ. ഭക്തിനാദം പറയൂല, പറയുന്നതിന്റെ ഒരു എസൻസ് പറയാം. ബഹുമാനം നഷ്ടപ്പെട്ടു പോയ കുട്ടികളെ പേടിച്ചോളി, ദീനുണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിസ്കരിച്ചതിൽ വലിയ നിസ്കാരക്കാരനായിരുന്നു മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. അയാൾ കാഫിറാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിന് തർക്കമില്ല. ഞാൻ കണ്ടിട്ടുള്ള വലിയ നിസ്കാരത്താമ്പ് ഖാദിയാനിയുടെ നിസ്കാരത്താമ്പാണ്. കാരണം മിർസ ഗുലാമിന്റെ ഒരുപാട് പുസ്തകങ്ങൾ വിമർശനത്തിന് വേണ്ടി പഠിക്കേണ്ട ഒരു ആവശ്യം പലവട്ടം ഖാദിയാനികൾക്ക് മറുപടി പറയാൻ വേണ്ടി കോഴിക്കോട് കുറ്റിച്ചിറയിലും മാത്തോട്ടത്തും കൊടിയത്തൂരുമൊക്കെ ഖാദിയാനികൾക്ക് മറുപടി പറയാൻ പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം ഖാദിയാനികളുടെ പുസ്തകം രാത്രി ഇരുന്ന് പഠിക്കും. അവരുടെ പുസ്തകത്തിന്റെ എല്ലാ തുടക്കത്തിൽ അവരുടെ ഇമാമിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആരാ? മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. ഇയാൾ കാഫിറാണെന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിന് തർക്കമില്ല. ഇയാളുടെ നിസ്കാരത്താമ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നിസ്കാരത്താമ്പാണ്. അത് വെറുതെ ഉണ്ടായതല്ലല്ലോ, നിസ്കരിച്ചിട്ടുണ്ടായതല്ലേ. പക്ഷേ അയാൾ കാഫിറാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇവിടെ നമ്മൾ ചിന്തിക്കണം എന്ന കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഈ അമല് കൊണ്ട് ഓട്ടയടച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അമൽ നല്ലതല്ലേ? നല്ലതാണ്. പക്ഷേ അമല് കൊണ്ട് ഒരാളും രക്ഷപ്പെടൂലാണ് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ബാബുൽ ഇഖ്തിസാദി ഫിൽ അമൽ എന്ന അധ്യായം സ്വഹീഹ് മുസ്ലിം എടുത്തു നോക്ക്. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. വളരെ വളരെ ചിന്തിക്കണം. ഫഇന്നഹു ലയൻജു അഹദുകും ബിഅമലിഹി, അമൽ കൊണ്ട് മാത്രം ഒരു മനുഷ്യനും രക്ഷപ്പെടുകയില്ല. ആര് പറഞ്ഞു? മുത്തുനബി പറഞ്ഞു. ഉറക്കെ പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ. അതിൽ നിഷേധത്തിന് വേണ്ടി മുത്തുനബി ലൻ എന്ന വാക്കാണ്, പദമാണ് കൊണ്ടുവന്നത്. ലായല്ല. ലാ സാന്ദർഭിക നിഷേധമാണ്. ലൻ സർവകാല നിഷേധമാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ അമൽ കൊണ്ട് മാത്രം ഒരു മനുഷ്യനും രക്ഷപ്പെടുകയില്ല. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, നബിയെ അമൽ കൊണ്ട് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞാൽ അമൽ കൊണ്ട് അങ്ങും രക്ഷപ്പെടില്ല നബിയെ? ഫഖാല വലാന, ഞാനും രക്ഷപ്പെടൂല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ പിന്നെ ദീൻ എന്താ? ദീൻ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത് വളരെ ചിന്തിക്കണം. ബഹുമാനിക്കേണ്ടവരോടുള്ള ബഹുമാനം ദീനിന്റെ അടിത്തറയാണ്. അത് പുതിയ തലമുറയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭയപ്പെടേണ്ടവരെ ഭയപ്പെടണം. അവർ കൊല്ലും എന്ന പേടിയല്ല, അവർ തല്ലും എന്ന പേടിയല്ല. ബഹുമാനമായി ബന്ധപ്പെട്ട ഒരു ഖൗഫുണ്ട്. അതാണ് യഥാർത്ഥ ഖൗഫ്. അള്ളാഹു നമുക്ക് നൽകട്ടെ. അങ്ങനെയുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, വളരെ ചിന്തിക്കണം. ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മളെ നാട്ടിൽ ഖിദ്ർ അലൈഹിസ്സലാം വരാത്തത് നന്നായി. അല്ലാഹു തആല എല്ലാവരും ഖിദ്ർ നബി വരാനല്ലേ ദ്വാരക്ക. ഞാൻ എപ്പോഴും വിചാരിക്കും, പടച്ചോനെ വരാതിരിക്കട്ടെ. കാരണം വന്നാൽ ഒറ്റ കുട്ടികൾക്കും തല്ലുണ്ടാവില്ല, എല്ലാത്തിനെയും കൊല്ലും. കാരണം അദബില്ലാത്ത കുട്ടിയെ കൊന്ന ആളാണ് സയ്യിദുനാ ഖിദ്ർ അലൈഹിസ്സലാം.
കുട്ടികൾ കളിക്കുമ്പോൾ കളിയായി അങ്ങോട്ട് വെല്ല് വന്ന് ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഇവിടെ കുറെ നിസ്കാരവും നോമ്പും ഒന്നും ഉണ്ടായിട്ടും രക്ഷപ്പെടുന്ന ആരും വിചാരിക്കണ്ട. ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ തലയൊക്കെ കുഫറാണ് കയറും. കുഫറിൽ നിന്നാണ് താലീം എടുത്തു പോവുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കുഫറാണ് വരും, താലീമട്ട് പോയാൽ കുഫറിട്ട് കയറി വരും. വേറൊന്നല്ല, കുഫറാണ് കയറും. ചിന്തിക്കും. കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കളിയായിട്ടും ഉരുണ്ട് വന്നു. അപ്പോൾ കുട്ടികൾ കളി നിർത്തി. രണ്ട് കർമ്മയോഗികളായ ഈ മഹാന്മാരും അതിലൂടെ വഴിയാത്രക്കാരായി പോവുകയായിരുന്നു. കുട്ടികൾ കളി നിർത്തി. നല്ല മുഖശ്രീത്വമുള്ള നല്ല മഹത്വം സ്മരിക്കുന്ന മഹാന്മാരായ രണ്ട് മഹാന്മാർ കർമ്മയോഗികൾ നടന്നു പോകുന്നു. കുട്ടികൾ കളി നിർത്തി. കളിയായുധം ഉരുണ്ടുരുണ്ട് പ്രധാന വഴിയുടെ നടുവിൽ വന്നു വീണു. കുട്ടികൾ കളി നിർത്തി. അപ്പോൾ ആ കൂട്ടത്തിൽ വളരെ സുന്ദരനായ ഒരു കുട്ടിയുണ്ടായിരുന്നു. കാന അജ്മലഹു വഅഷ്ഖറഹു. അക്കൂട്ടത്തിലെ ഏറ്റവും സ്മാർട്ടായ കുട്ടി അയാളായിരുന്നു. ആ കുട്ടിയായിരുന്നു. ആ കൂട്ടത്തിലെ ഏറ്റവും സുന്ദരനും ആ കുട്ടിയായിരുന്നു. ആ കുട്ടി പറഞ്ഞ് വഴിയാത്രക്കാർക്കനുസരിച്ച് കളി നിർത്തിയാൽ നമുക്ക് കളിക്കാൻ പിന്നെ നേരം എവിടെ? അതുകൊണ്ട് വഴി കൂടെ പലരും പോകും, അതൊന്നും നോക്കണ്ട, കളിയായുധം കൊണ്ടുവരാം. നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഞാൻ കൊണ്ടുവരാം, നമുക്ക് കളി തുടരണം എന്ന് പറഞ്ഞു. കുട്ടി ഓടി. കളിയായുധം എടുക്കാൻ വേണ്ടി കുട്ടിയോട് കളിയായുധം കുട്ടി എടുക്കാൻ വേണ്ടി ആഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ കുട്ടി ഇങ്ങോട്ട് പിടിച്ച്. ഇവിടെ ഇമാം റാസി തങ്ങൾ 3 തഫ്സീർ കൊടുക്കുന്നുണ്ട്. റളിയല്ലാഹു അൻഹു. ഒന്ന് ഒറ്റ പിടുത്തം പിടിച്ച് ഇങ്ങനെ പിടിച്ച്. എന്നിട്ട് അവിടെ ഒരു മതിലുണ്ടായിരുന്നു, മതിന് ഒറ്റ വീട്ടിയെ മുട്ടിച്ച് അപ്പൊ കൊന്നു. ഒരു തഫ്സീർ അങ്ങനെയാണ്. അങ്ങനെ പിടിച്ച് ഇടിച്ചെടുക്കുന്നു. അങ്ങനെയാണ് ഏറ്റവും ശനിയായ മരണം. കാരണം ബഹുമാനമില്ലാത്തവനെ കൊല്ലുന്നതിൽ പോലും നിഷ്ഠൂരത കാണിച്ചു സയ്യിദുനാ ഖദർ അലൈഹിസ്സലാം. ഒരഭിപ്രായം ഇമാം കൊടുക്കുന്നത്, ഇവൻ വരുന്നതോടുകൂടെ ഖദർ ഇവന്റെ കാലുമുട്ട് വാരി അലൈഹിസ്സലാം ഒറ്റ കാറ്റി അങ്ങോട്ട് കൊടുത്തു. ഈ നെല്ലിന്റെ കാറ്റൊക്കെ നെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കാറ്റ അടിക്കുന്ന ഒരു പണിയുണ്ട്. ഒറ്റ കാറ്റി അങ്ങോട്ട് കൊടുത്തു, അടിച്ചങ്ങോട്ട് കൊന്നു. രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം, ഇവൻ വരുന്നതോടുകൂടെ ഖദർ ഇവനെ പിടിച്ചിട്ട് കമഴ്ത്തി അങ്ങോട്ട് കിടത്തിയിട്ട് കൈയെടുത്തിട്ട് പുറത്തങ്ങോട്ട് വെച്ചിട്ട് ഏട്ടത്തെ കാലുകൊണ്ട് ഖദർ പുറത്തങ്ങോട്ട് ചവിട്ടിയിട്ട് വലത്തെ കൈകൊണ്ട് തല അങ്ങോട്ട് കശുവണ്ടി ഇരിഞ്ഞെടുക്കും പോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇരിഞ്ഞ് തല അങ്ങോട്ടെടുത്തു. ഇങ്ങനെ ഇരിഞ്ഞിട്ട് തല. എന്ത് ആര് ചെയ്തു? സയ്യിദുനാ ഖദർ. അപ്പോൾ മൂസാ നബിക്ക് തന്നെ ബേജാറായി. അഖതൽത നഫ്സൻ സകിയ്യതൻ ബിഗൈരി നഫ്സ്. ഒരു സുന്ദരക്കുട്ടനെ എന്തിന് നിങ്ങൾ ഇങ്ങനെ കൊന്നത് എന്ന് ചോദിച്ചു സയ്യിദുനാ മൂസ. ഒക്കെ പറ സയ്യിദുനാ മൂസ. അതിനപ്പോൾ മറുപടി പറയല്ല. പിന്നെ മറുപടി പറയുന്നത് എന്താ? പിന്നെ മറുപടി പറയുന്നത് അതപ്പില്ലാത്ത ഈ കുട്ടി വലിയതായാൽ ഇവൻ കാപ്പുറാക്കുന്നതിന് പുറമെ ഇവന്റെ തന്തയെയും കള്ളയെയും ഇവൻ കാപ്പുറാക്കും. നമ്മളെ കാക്കട്ടെ. എന്റെ ചിന്ത വരുന്നത് ഹൈദർലി ശിഹാബ് തങ്ങൾ ഇവിടെ ഇല്ല. 3.5 വയസ്സ് 4 വയസ്സായ കുട്ടി ഇവിടെ വന്ന് നിൽക്കുക. ഇപ്പോഴത്തെ ഒരു പൊതു രീതിയാണ്, എല്ലാ നാടിലും കാണുന്ന ഒരു പൊതു രീതിയാണ്. എന്റെ കുട്ടിക്കാലത്ത് തങ്ങന്മാരെയൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ ഒരു പേടിയായിരുന്നു. ആലിമീങ്ങളെ കാണുന്നത് ഒരു പേടിയായിരുന്നു. ഈ മുസ്ലിയാര് എന്റെ ബാപ്പാടെ കുടുംബ സുഹൃത്താണ്. ബാപ്പ ആ കുടുംബത്തിന്റെ സുഹൃത്താണ്. ഹസൻ മുസ്ലിയാരെ മകളെ കെട്ടിച്ചപ്പോൾ ബാപ്പ പോയിട്ടാണ് പുതിയ ആളെ കണ്ടത്. അത് പിന്നെ ശംസുൽ ഉലമ അംഗീകരിച്ചു. ആ കുടുംബത്തോട് ഭയങ്കര ബന്ധമാണ് എന്റെ ബാപ്പാക്ക്. ഇന്നും മരിച്ചിട്ടില്ല, ഉണ്ട്. അത് തമാശ പറയാൻ ഞങ്ങൾ ചിന്തിക്കണം.
ഹസൻ മുസ്ലിയാർ പുരയിൽ ഇടക്കിടക്ക് വിരുന്ന് വന്നിരുന്നു. ഞങ്ങളെ വീട്ടിന്റെ മുന്നിൽ ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ നീന്തിയിട്ട് ബ്രാല് പിടിക്കും. അതൊക്കെ പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കുട്ടികൾ മുന്നിൽ പോയി നിൽക്കൂല, പേടിയാണ്. ഒരു ദിവസം ബാപ്പ ഇങ്ങനെ പിടിച്ചിട്ട് ഹസൻ മുസ്ലിയാർ മുന്നിലേക്ക് എന്നെ തള്ളി. അതെനിക്ക് ഓർമ്മയുണ്ട്. മുന്നിലേക്ക് തള്ളി. പേടിയാണ്. വളരെ ചിന്തിക്കണം. എന്തുകൊണ്ട് നമുക്ക് ചെറിയ തീപ്പൊരി, ദീനിന്റെ തീപ്പൊരി ഈ ഇരിക്കുന്നവർക്കൊക്കെ കിട്ടിയെന്ന് ചോദിച്ചാൽ അടിത്തറ ബാപ്പമാർ പഠിപ്പിച്ച തഅലീമാണ്. അല്ലാഹ് ഇത് പുതിയ തലമുറയെ പഠിപ്പിക്കുന്നതിൽ ഇന്നത്തെ രക്ഷിതാക്കൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതാണ് ഈ SKSFന്റെ 24ാം വാർഷികത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മർമ്മപ്പെട്ട കാര്യം. അല്ലാഹു ബോധം തരട്ടെ. എന്റെ ബാപ്പ കോയക്കുട്ടി മുസ്ലിയാരുടെ മക്കളാണ് ശംസുൽ ഉലമ അടക്കമുള്ളവർ. എഴുത്തച്ചങ്കണ്ടി കോയക്കുട്ടി മുസ്ലിയാർ ചിന്തിക്കണം. എഴുത്തച്ചങ്കണ്ടി കോയക്കുട്ടി മുസ്ലിയാര് ഇവിടെ മഹാനായ ശൈഖുന മാണിയൂർ ഉസ്താദ് പറഞ്ഞ വരക്കൽ പാലവി മുല്ലക്കോയ തങ്ങളുടെ വല്യുപ്പ യമനിലെ തെരീമിൽ നിന്ന് മലബാറിലേക്ക് പോരുമ്പോൾ കൂടെ ക്ലർക്കായി കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി പോന്ന ആളാണ് ശംസുൽ ഉലമയുടെ വല്യുപ്പ. അവര് ബാലവി കബീല തങ്ങന്മാരുടെ കാത്തിബീങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അവര് ഇവിടെ വന്നപ്പോൾ അവർക്ക് എഴുത്തച്ചങ്കണ്ടി എന്ന പേര് കിട്ടിയത്. അതാണ് എഴുത്തച്ചങ്കണ്ടിയാണ്. അവര് കാത്തിബീങ്ങളാണ്. അവരുടെ ആരുടെ ബാലവേ തങ്ങന്മാരുടെ കാത്തിബീങ്ങളായിരുന്നു മഹാനായ ശംസുൽ ഉലമയുടെ വല്യുപ്പമാർ. ആ കുടുംബത്തിൽ എഴുത്തച്ചങ്കണ്ടി കോയക്കുട്ടി മുസ്ലിയാർക്കുണ്ടായ മക്കളിൽ ഒരാളാണ് മഹാനായ ശംസുൽ ഉലമ. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ചിന്തിക്ക്. വെല്ലൂർ പറയാത്തിൽ പലരും പഠിച്ചല്ലോ. എന്റെ ശംസുൽ ഉലമ ചിന്തിക്ക്. വെല്ലൂർ ബാഖിയാത്തിൽ പഠിച്ചവൻ തന്നെയാണല്ലോ ചേകനൂർ. എന്റെ ചേകനൂര് പരാജയപ്പെട്ട് എന്റെ ശംസുൽ ഉലമ വിജയിച്ചു. കാരണമുണ്ട്. ബഹുമാനപ്പെട്ട മഹാനായ ശംസുൽ ഉലമയുടെ ചരിത്രം പഠിച്ചു നോക്ക്. എന്റെ ബാപ്പ പലവട്ടം എന്തെങ്കിലും ഒരു അബദ്ധം ബാപ്പയോടുള്ള പെരുമാറ്റത്തിൽ കുറഞ്ഞു കണ്ടാൽ എന്നോട് പറയും, എടാ അറിയോ ഇപ്പൊ വലിയ മൂല്യരായി എന്നാ ഇയെ വിചാരിക്കുന്നത്. അറിയോ ഞാൻ വലിയ മൂല്യര് ബാപ്പാനെ ബഹുമാനിക്കുന്നത് കണ്ടിട്ടുണ്ടടാ എന്ന് പറയും. ബാപ്പ ഇത് എന്നോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. 100 അനവധി വട്ടം ബാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സംഭവം കോയക്കുട്ടി മുസ്ലിയാരെ ഒരു സംഭവം ബാപ്പ അവരെ വീട്ടിന്റെ പൂമുഖത്തിരിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവം എന്നോട് ബാപ്പ പറഞ്ഞിട്ടുണ്ട്. ചിലവര് മുദരിസായിരുന്നു ബഹുമാനപ്പെട്ട കോയക്കുട്ടി മുസ്ലിയാർ. അവരുടെ മക്കളാണ് ശംസുൽ ഉലമ അടക്കമുള്ള മഹാന്മാർ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. മനസ്സ് തുറന്ന് പറയും, അള്ളാഹു വലിയ ദറജകൾ അള്ളാഹു ഒരു ദറജ ഏറ്റി കൊടുക്കുക. ഒറ്റൊന്നും അതിൽ പേടുണ്ടായില്ല. ഒക്കെ വലിയ മഹാന്മാരായി മാറി. ബഹുമാനപ്പെട്ട കോയക്കുട്ടി മുസ്ലിയാർ ഉമ്മറത്തിരിക്കും. എന്നോട് ബാപ്പ പറയാം, അബൂബക്കറേ എന്നിങ്ങനെ വിളിക്കും. അപ്പോൾ ഇങ്ങനെ മെല്ലെ വരും. ബാപ്പ പറയുന്ന ഒരു കോലുണ്ട്. ബാപ്പാടെ മുന്നിലേക്ക് ശംസുൽ ഉലമ വരുന്ന രീതി അങ്ങനെ പിടിക്കും. എന്നോട് ബാപ്പ പറഞ്ഞിട്ടുണ്ട് ഈ രംഗം ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. അബൂബക്കറേ എന്ന് വിളിച്ചാൽ വരും. നാടാകമ ബഹുമാനിക്കുന്ന മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ്. എന്തുകൊണ്ട് ഇവര് മഹാന്മാരായി? ഇവർക്കും നിസ്കാരം 5 വക്ത് തന്നെ, ഇവർക്കും റമളാനിൽ 30 നോമ്പ് തന്നെ. എന്നിട്ടും നമ്മളെക്കാൾ അവർ നേടിയതന്നെ. നേടാനുള്ള കാരണം ബഹുമാനിക്കേണ്ടവരോട് അവർക്ക് ബഹുമാനമുണ്ടായിരുന്നു. ഈ ബഹുമാനം ഇന്നത്തെ തലമുറയിൽ നഷ്ടപ്പെട്ടു പോയി. ഇനി എന്തുണ്ടായിട്ട് കാര്യം ഉണ്ടാവില്ല, നീരുണ്ടാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇങ്ങനെ നിൽക്കും. അപ്പോൾ ബാപ്പ എന്തോ കൽപ്പിക്കും. അപ്പോ നിന്റെ ബാപ്പനോട് പറയാം, ഓ ഓ ഓ ഓരോ വാക്ക് ബാപ്പ പറയുമ്പോൾ ഓ ഓ എന്നിങ്ങനെ പറയും. അത് കഴിഞ്ഞ് പൊയ്ക്കോന്നിങ്ങനെ ആംഗ്യം കാണിക്കും. അപ്പോൾ ബാപ്പ ഇരിക്കുന്നതിന്റെ മുന്നിൽ നേരെ ഇങ്ങനെ പിന്തിരിഞ്ഞു പോകും. അതായത് ബാപ്പയുടെ മുന്നിലേക്ക് ബാക്ക് സീറ്റ് കൊണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാകില്ലേ?
മനസ്സിലായത് വളരെ ചിന്തിക്കണം. എന്റെ വാപ്പൊന്നും മരിച്ചിട്ടില്ല. അള്ളാഹുവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അള്ളാഹു തആല എന്റെ ആലിമീങ്ങളുടെ ഖാദിമായിരുന്നു എന്റെ വാപ്പ. അതുകൊണ്ടാണ് എന്തൊക്കെയായിട്ടും അള്ളാഹു സുബ്ഹാനഹു എന്തൊക്കെ പരീക്ഷണം ജീവിതത്തിലുണ്ടായാലും അവിടുന്നൊക്കെ വീണ്ടും ഈ ആലിമീങ്ങളെ കൂടെ ഇരിക്കാൻ എനിക്ക് കിട്ടിയ ഒരു തൗഫീഖിന്റെ അടിസ്ഥാനം എന്റെ ബാപ്പ ആലിമീങ്ങളെ തഅലീം ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു തആല അവരുടെയൊക്കെ ദറജയും മാറ്റവും വർദ്ധിപ്പിച്ച് അവർക്ക് മഗ്ഫിറത്ത് നൽകി അവരെയും നമ്മളെയും ഫിർദൗസിൽ കൂട്ടട്ടെ. ചിന്തിക്കും. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിരിഞ്ഞു തിരിഞ്ഞൂല്ല. അങ്ങനെ മിനിങ്ങളെ ചിന്തിക്കണം. അൽ അബ്വാഉ സഫ്വാബിൽ ജന്ന, സ്വർഗത്തിലെ നടുവിലെ വാതിൽ ബാപ്പ എന്ന വാതിലാണെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അൽ അബു അബ്വാബിൽ ജന്ന, സ്വർഗത്തിലെ നടുവിലെ വാതിൽ ബാപ്പ എന്ന വാതിലാണെന്ന് ആരുമല്ല ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം. അതെവിടെ ഇവിടെ ദീനുണ്ടാവില്ല. ബാപ്പാനെ ബഹുമാനിച്ചിട്ടില്ലേ? ദീനുണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉമ്മാനെ ബഹുമാനിച്ചിട്ടില്ലേ? ദീനുണ്ടാവില്ല. ഉസ്താദിനെ ബഹുമാനിച്ചിട്ടില്ലേ? ദീനുണ്ടാവില്ല. എന്തേ ഓസുലാളം നേടിയത്? ഒരു ചൊൽ മുടലായി മുപ്പാട് കാത്തോവർ, ഒരു ചൊൽ മുടലായി മൂവാണ്ട് കാത്തോവർ. ഒരു ഇൽമിന് വേണ്ടി 3 വർഷം കാത്തിരുന്ന് ഉസ്താദിനോടുള്ള ബഹുമാനം കാരണം, ഉസ്താദാക്കാൻ തീരുമാനിച്ച മനുഷ്യനോടുള്ള ബഹുമാനം കാരണം, ഉസ്താദായിട്ടില്ല, ഉസ്താദാക്കാൻ തീരുമാനിച്ച മഹാനോടുള്ള ബഹുമാനം കാരണം ഒരു ചൊൽ മുതലായി മൂവാണ്ട് കാത്തോവർ. ഇൽമിന് വേണ്ടി ഉസ്താദിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇൽമ നിനക്ക് തരാൻ പറ്റുമെന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ, ഇവിടെ കാട്ടിരുന്നോ? ഉസ്താദാണ് പോയി. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഉസ്താദ് തിരിച്ചു വന്നു. അപ്പോൾ അതേ പള്ളിയിൽ ശിഷ്യൻ പള്ളി കോമ്പൗണ്ട് വിട്ടു പോയിട്ടില്ല, അവിടെ കാത്തിരിക്കുന്നത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോൾ ചോദിച്ചു, ഇപ്പോഴും ക്ഷമിക്കോ ചോദിച്ചു, ക്ഷമണ്ടോ ചോദിച്ചു. ക്ഷമണ്ട്, ഇരുന്നോ, ഞാൻ വരാം, ഒറ്റപ്പോക്ക്. പിന്നെ പോയി സനത്തിന് കാമില്ല. പിന്നെ മടങ്ങുന്നത് അപ്പോൾ ചോദിച്ചു, ഇപ്പോൾ ക്ഷമിക്കോ ചോദിച്ചു. ക്ഷമിക്കുന്നു, ഇരുന്നോ, പോയി പോകാന്ന് ഒറ്റപ്പോക്ക്. ഒരു ചൊൽ മുതലായി നമ്മൾ പഠിച്ച ഫാത്തിഹ തന്നെ അവർ പഠിച്ചത്. പക്ഷേ അവരൊരു ബിസ്മി പഠിച്ചപ്പോഴത്തിന് 18 ലോകം അല്ലാഹു ഈ മഹാനവർക്ക് തുറന്നു കൊടുത്തു എന്ന് വഅലമൂയ ഉമ്മത്ത സയ്യിദനാ വ മൗലാനാ മുഹമ്മദ്. നമ്മൾ പഠിച്ച ഫാത്തിഹ തന്നെ അവരും ഓടിയത്. പക്ഷേ ബിസ്മി ഓടിയപ്പോഴത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 18 ലോകം തുറന്നു കൊടുത്തു. എന്റെ ഉസ്താദിനോട് അതിരറ്റ ബഹുമാനമുണ്ട്. ഉസ്താദിന് ബഹുമാനമുണ്ട്, ബാപ്പാന് ബഹുമാനമുണ്ട്. ചിന്തിക്ക്, ബഹുമാനമാണ് അടിത്തറ. എല്ലാ നേട്ടങ്ങളും എല്ലാം കാൺബായെ ചുറ്റുവാർ കുത്തുബാണോരെല്ലാരും കാൺബ തവാഫെന്നെ താൻ ചെയ്യുമെന്നോവർ. നാൾ പശുവെ പായിച്ചാരെ ഇതിനോ പടച്ചെന്ന് പശുവ് പറഞ്ഞോവർ. കശമേറും രാവിൽ നടന്നങ്ങ് പോകുമ്പോൾ കൈവിരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. ആരാണ് അള്ളാഹു ഇതെല്ലാം നൽകിയത്? ബഗ്ദാദിലെ ജുമാഅത്ത് പള്ളിയിൽ വാള് തുടങ്ങി, റസൂലുള്ളാഹിന്റെ വാള്. പിന്നെ പള്ളിയുടെ അകത്ത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പോൾ പുറത്തെ പള്ളിയിൽ ജനങ്ങളെ പിന്നീട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പോൾ പള്ളി മൈതാനിയിലേക്ക് മാറ്റി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പോൾ മിമ്പറു ഫീ മൈദാനി ബഗ്ദാദ്, ബഗ്ദാദിലെ മൈതാനിയിലേക്ക് വാള് മാറ്റി. വാള് പറഞ്ഞത് 40 കൊല്ലം.
ആ വയലിൽ പങ്കെടുത്തവരൊക്കെ സ്വാലിഹായി. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇന്നിപ്പോൾ ഞാൻ ഒരു നിക്കാഹിന്റെ സദസ്സ് പങ്കെടുക്കുമ്പോൾ അവിടുന്ന് ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, വയലൊക്കെ എമ്പാടും നടക്കുന്നുണ്ട്, മനുഷ്യന്മാർ നന്നാവണില്ലല്ലോ ഖാസിമി എന്ന് എന്റെ അടുത്ത് ഇരുന്ന ഒരു വയസ്സനായ ഒരു ഉസ്താദ് ഇന്നലെ എന്നോട് പറഞ്ഞു. നിങ്ങളൊരു വയല് പറയുന്ന ആളായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, എന്താ ഇങ്ങനെ? പഴയ കാലത്ത് ഇത്തരം വയലൊന്നുമില്ല, എന്നിട്ട് മനുഷ്യന്മാർ നന്നായിരുന്നു, ഇന്ന് വയലൊക്കെ കേട്ടിട്ട് നന്നാവണില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, കുറ്റം ഇന്നെപ്പോലത്തവരുടേതാണ്. എന്തുകൊണ്ട്? തഗ്ഫീർ ചെയ്യൂല. കാരണം വയല് പറയുന്നവൻ ഒരു മൈക്കക്കാരന്റെ പണി മാത്രം ചെയ്യുന്നു, ഒരു മെഗഫോണിന്റെ പണിയെടുക്കുന്നു. തഗ്ഫീർ ചെയ്യാൻ മാത്രമുള്ള ഇലാഹുമായ ബന്ധം വയലിനുമില്ല. അല്ലാഹു കാക്കട്ടെ. അത്ര പറയേണ്ടതുമില്ല, അത്ര പറയേണ്ടതുമില്ല. ലോകത്ത് ഏറ്റവും കുറച്ച് വാഴ് പറഞ്ഞ മനുഷ്യനാണ് ഏറ്റവും ആളുകളെ നന്നാക്കിയത് പുണ്യ റസൂൽ. وما أرسلناك إلا رحمة للعالمين كان قليل الكلام കുറച്ച് പറയുള്ളൂ പുണ്യ റസൂൽ, കുറച്ച് പറയൂ. കാന ഖലീലൽ കലാമി കാന ദാഇമ സ്വംതി. ഒരു സദസ്സിൽ വന്നാൽ മിക്കവാറും മൗനത്തിലിരിക്കും പുണ്യ റസൂൽ. കാന ദാഇമൽ ഫിക്റതി, എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. കാന മുതവാസിലൽ അഹ്സാനി സല്ലല്ലാഹു അലൈഹി വസല്ലം, എപ്പോഴും ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു മുഖമാണ് പുണ്യ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ തകല്ലമ ബിജവാമിഇൽ കലിമി യാഫുദൂന വലാ തഖസീറ. വയലാണ് തുടങ്ങിയാല് അടക്കി പിടിച്ച വർത്താനം പറയും, ഒരക്ഷരം കൂടൂല, ഒരാശയം ചോരൂല പുണ്യ റസൂൽ. പിന്നെന്തുണ്ട്? ലോകത്തുള്ള ഒരു ജനതയെ മുഴുവൻ മാറ്റി പുണ്യ റസൂൽ. ഏത് ജനത? മാനവ ചരിത്രം കണ്ടതിലെ ഏറ്റവും വൃത്തികെട്ട ജനതയെ നക്ഷത്ര സമാനരാക്കിയ ആര്? വാള് കുറച്ചു പറഞ്ഞ പുണ്യ മുഹമ്മദ് മുസ്തഫ. വിഷയത്തിന്റെ മർമ്മം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന കാര്യം, ചെറുപ്പക്കാരെ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ ദീനുണ്ടാവൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് നഷ്ടപ്പെട്ടു പോകും. ഉമ്മയെ ബഹുമാനിക്കണം. ഉമ്മാന്റെ മുലപ്പാലിന്റെ വില എത്രയെന്ന് ചോദിക്കുന്ന മക്കൾ ഇന്നും ഉണ്ട്. ആംസ്റ്റർഡാമിലും ജനീവയിലും ഫ്രാങ്ക്ഫർട്ടിലുമൊക്കെയായിരുന്നു വൃദ്ധസദനങ്ങൾ ഉണ്ടായിരുന്നത്. കേരളത്തിൽ ഇപ്പോൾ സർക്കാർ അറിയുന്ന 556 വൃദ്ധസദനങ്ങളുണ്ട്. വൃദ്ധന്മാരെ കൊണ്ടുപോയാക്കാൻ വൃദ്ധസദനങ്ങൾ കൊച്ചു കേരളത്തിൽ മാത്രം. ഒരു കാലത്ത് ജനീവയിലും ഫ്രാങ്ക്ഫർട്ടിലുമൊക്കെ ഉണ്ടായിരുന്ന വൃദ്ധസദനങ്ങൾ കേരളത്തിൽ മാത്രം 556 വൃദ്ധസദനങ്ങൾ കേരളത്തിലുണ്ട്. ബാപ്പാനെ കൊണ്ടുപോയാക്കാം. എന്തേ? ബാപ്പാനെ വേണ്ട. ബാപ്പയുടെ വിലയില്ല, ബാപ്പയോട് ബഹുമാനമില്ല. മല്ലം യുക്രിമു സ്വദീഖബിഹി യുത്ഫിഉല്ലാഹു നൂറഹു. ബാപ്പയെ ബഹുമാനിച്ചാലും പോരാ, ബാപ്പയുടെ ചങ്ങാതിമാരെ ബഹുമാനിക്കൽ ഒരു ചെറുപ്പക്കാരന് കടമയാണെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. മല്ലം യുക്രിം സ്വദീഖബിഹി, ബാപ്പായുടെ ചങ്ങാതിയെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ പോലും യുത്ഫിഉല്ലാഹു നൂറഹു, ഈമാനിന്റെ നൂറ് അല്ലാഹു കെടുത്തിക്കളയുമെന്ന് പുണ്യം മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ബാപ്പയെ ബഹുമാനിച്ചാലും പോരാ, ബാപ്പാടെ ചങ്ങാതിയെ ബഹുമാനിക്കണം. ഇല്ലെങ്കിൽ ഇമാന്റെ അപ്പൊ ബാപ്പാന്റെ സ്ഥാനം എത്ര ഇരിക്കും? അള്ളാഹു ബാപ്പയെ ബഹുമാനിക്കുന്നവരെ നമ്മളെ പൊടുത്തട്ടെ. മനസ്സ് തുറക്ക്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുണ്ടായാൽ മതി, പിന്നെല്ലാം ഉണ്ടാവും. ആബിദായ മനുഷ്യൻ, ആബിദ് വലിയനെ പോലും കുരുത്തക്കെട് പറ്റി എന്ന് മുത്ത് റസൂൽ. വലിയ ഇവിടെ കുത്തുബീങ്ങളെ കഥ പരിചയപ്പെടുത്തിയല്ലോ ബഹുമാനപ്പെട്ട ഉസ്താദ് വർഗം, ശൈഖുന വർഗം ഇവിടെ കുത്തുബീങ്ങളെ പരിചയപ്പെടുത്തിയില്ലേ? കുത്തുബീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ജുറൈജി എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ.
വലിയ ആബിദ്, സാഹിദ്, സൂഫി. എന്തുകൊണ്ട് പ്രസവത്തിൽ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ കൈ ചൂണ്ടി സംസാരിപ്പിച്ചു. ആര്? ജുറൈജ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒന്ന് തണുപ്പാകല്ലേ, ഓർക്കപ്പറ മുത്ത് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കുക, പ്രായമാകാതെ സംസാരിച്ച കുട്ടികൾ ലോക ചരിത്രത്തിൽ വളരെ വിരളമാണ്. ഒന്ന് സയ്യിദുനാ ഈസാ, ഒന്ന് ജുറൈജിന്റെ മേൽ ആരോപണം പറഞ്ഞ പെണ്ണിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. വലിയ പക്ഷേ ഉമ്മാന്റെ കുരുത്തക്കേട് വെച്ച് പോയി. ഉമ്മാന്റെ കുരുത്തക്കേട് പറ്റി. എന്താ കുരുത്തക്കേട്? റമ്മി കളിക്കാനും ചീട്ട് കളിക്കാനും പോയതല്ല. ഉമ്മ വരുമ്പോൾ ജുറൈജ് നിസ്കാരത്തിലാണ്. ഉമ്മ മകനെ വിളിച്ച്, അപ്പോൾ അള്ളാഹുമായുള്ള മുനാജാത്തിന്റെ നേരമായതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മയെ അഭിമുഖീകരിക്കാന്ന് വിചാരിച്ച് ഉമ്മ കുറെ വിളിച്ച് നിസ്കാരം കഴിഞ്ഞപ്പോഴത്തേനും ഉമ്മ തിരിച്ചുപോയി. പിറ്റേ ദിവസം ഉമ്മ വന്ന് അപ്പോഴും ജുറൈജ് നിസ്കാരത്തിലായിരുന്നു. നിസ്കാരം മുറിക്കാനുള്ള മടി. വിളിച്ച് ഉമ്മ തിരിച്ചുപോയി. അന്നും ഉമ്മ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞില്ല. 3-ാം ദിവസം വന്നപ്പോ ഉമ്മക്ക് ദേഷ്യം വന്നു. അപ്പോൾ ശപിച്ച് പറഞ്ഞ് വേശ്യ പെണ്ണുങ്ങളെ മുഖത്ത് നോക്കുകയും വേശ്യയാൽ അപമാനിതനാവുകയും ചെയ്യാതെ ജുറൈജ്, എന്റെ മുഖത്ത് നോക്കാൻ മടിയുള്ള ജുറൈജ്, ഈ വേശ്യ പെണ്ണുങ്ങളാൽ അപമാനിതനായിട്ടല്ലാതെ പടച്ചതമ്പുരാൻ നിന്നെ മരിപ്പിക്കാതിരിക്കട്ടെ എന്ന് പദാത്ത് ദുആ ചെയ്തു പോയി ജുറൈജിന്റെ ഉമ്മ അങ്ങനെ ദുആ ചെയ്തുവെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. പിന്നെന്താ ഉണ്ടായത്? ഒരു ആട്ടിടെ ആയ ഒരു വനിതയുണ്ടായിരുന്നു, ഒരു തോന്നിയാസി പെണ്ണ്. ആ പെണ്ണിന് ജുറൈജിൽ ഒരു നാട്ടിലൊരു തെമ്മാടിച്ച് പെണ്ണുണ്ടായിരുന്നു. ആ തെമ്മാടിച്ച് പെണ്ണിന് ജുറൈജിനെ വലിയ താല്പര്യമായിരുന്നു. ജുറൈജിനെ സമീപിച്ചിട്ട് ജുറൈജ്, അള്ളാഹുവിന്റെ ആബിദും വലിയുമായ ജുറൈജ് ഈ പെണ്ണിന് വഴിപ്പെട്ടില്ല. അവസാനം ഈ പെണ്ണ് ആട്ടിടയനുമായി വ്യഭിചരിച്ചു വയറ്റിലുണ്ടായ വയറ് വീർത്തപ്പോൾ നാട്ടിൽ ചോദിച്ചു, ഇത് എവിടുന്ന് കുട്ടി? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ വലിയ ഔലിയപ്പാപ്പയാണെന്ന് പറയുന്ന ജുറൈജിന്റെ കുട്ടിയാണ്. പ്രശ്നമായി. നാട്ടിൽ നിന്ന് മാറി നിന്ന് ആരാധിക്കുന്ന തന്റെ മണ്ഡപം വരെ പൊളിച്ചിട്ട് അവിടെ നിന്ന് ജുറൈജിനെ പിടിച്ചു കൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചു. ജുറൈജിനെയും വേശ്യ പെണ്ണിന്റെയും കൈകൾ കൂട്ടിക്കെട്ടിയിട്ട് നാട്ടിലൂടെ നടത്തിക്കൊണ്ടുപോയി. ചിന്തിക്ക്, എന്ത് പറ്റി? ഉമ്മയുടെ ഗുരുത്തക്ക്. ആർക്ക്? ലോകം കണ്ട വലിയന്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനസ്സ് തുറക്ക്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് ചിന്തിക്കണം. ഉമ്മാടെ മുലപ്പാലിന്റെ വില ചോദിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും യുവതിയുവാക്കൾ. അങ്ങനെ ഉമ്മാനോട്, ഉമ്മ നിങ്ങളെ മുലപ്പാലിന്റെ വില പറഞ്ഞോളൂ, അതാണ് തരാം, അത്രയല്ലേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾ ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ആ വില മിക്കവാറും അങ്ങനെ ഒരാൾ ചോദിച്ചാൽ അത് നരകത്ത് കൊടുക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അത് കൊടുക്കുക തന്നെ വേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ അവരോടൊന്നും അള്ളാഹു ഒരിക്കലും ക്ഷമിക്കൂല. അള്ളാന്റെ കാര്യം ക്ഷമിക്കും, അബ്ദിന്റെ കാര്യം ക്ഷമിക്കൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ നീട്ടുന്നില്ല. ഒരു കാര്യം ഞാൻ പറയുന്നത് അതാണ്, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക തന്നെ വേണം. സയ്യിദിൽ നിന്ന് മോശം കണ്ടാൽ പോലും പറയാൻ പാടില്ല. ഒരു സയ്യിദിൽ നിന്നൊരു അബദ്ധം കണ്ടു എന്ന് പറയാൻ പാടില്ല. നാസിഹൻ പറയണം. ചിരിച്ചുകൊണ്ട് പറയണം, മെല്ലെ പോയി പറയാം. അങ്ങനൊരു വിഷമം കണ്ടുപോയി, അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു എന്ന് മെല്ലെ അവരെ സ്ഥലകാല കാര്യം നോക്കി മനസ്സിലാക്കിയിട്ട് അവരെ ചിരിപ്പിച്ചുകൊണ്ട് പറയണം. ഒരു സയ്യിദിനെ ചിരിപ്പിച്ചുകൊണ്ടല്ലാതെ സയ്യിദിന്റെ അബദ്ധം പറയാൻ പാടില്ല. അല്ലാഹു കാക്കട്ടെ. മനസ്സ് തുറക്ക, അല്ലാഹു കാക്കട്ടെ. എന്തിന്റെ പേരിലാണെങ്കിലും സയ്യിദിനെ വിമർശിക്കുന്നവർക്ക് ഗുരുത്തക്കേട് സംഭവിക്കും. എന്തുകൊണ്ട്? സയ്യിദിന്റെ വാപ്പ മുത്തുനബിയാണ്, മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒരു മഹാൻ എന്ത് ചെയ്ത്? ഒരു മഹാന്റെ അടുക്കൽ ഒരു അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാൾ വന്നു. ഞാൻ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മഹാൻ ചോദിച്ച്, ഏത് കബീല? അപ്പൊ കബീല പേര് പറഞ്ഞു. ഓ, കബീല
നിങ്ങൾ ആ കബീലക്കാരനാണെന്നതിന് വല്ല സാക്ഷ്യം കൊണ്ടുവന്നിട്ടുണ്ടോ, വല്ല തെളിവും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, തെളിവൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഞാൻ തെളിവ് വേണമെങ്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇയാൾ തെളിവിന് പോയി. ഗ്രാമത്തിൽ ഒരു കിതാബിൽ ഒരു ഹിക്കായത്ത് കണ്ടത് ഞാൻ അങ്ങനെ ഉദ്ധരിക്കുകയാണ്. പോയി. അപ്പോൾ ഈ മഹാന്റെ അടുത്തേക്ക് ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് വന്ന സയ്യിദിനെ സയ്യിദാണെന്ന് തെളിയിക്കുന്ന രേഖയുണ്ടോ എന്ന് ചോദിച്ചു. രേഖ ഞാൻ കൊണ്ടുവരാന്ന് തിരിച്ചു പറഞ്ഞാൽ പോയി. അയാൾ പോയതിനു ശേഷം, ആ സയ്യിദ് പോയതിനു ശേഷം ഈ മഹാനായ മനുഷ്യനൊരു ക്ഷീണം തോന്നി ഉറങ്ങാൻ കാണുന്നു. ഉറക്കത്തിൽ സ്വപ്നം കണ്ട് മഹ്ശറ ആയിട്ടുണ്ട്. മഹ്ശറിൽ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോഴിതാ ഭയാനകമായ മഹ്ശറിന്റെ അഹ്വാലിൽപ്പെട്ട് എല്ലാവരും വലിയ ബേജാറിലാണ്. ഒരുപാട് ആളുകൾ ബേജാറിൽ നിൽക്കുമ്പോൾ അവർക്ക് ശഫാഅത്ത് ചെയ്യുന്നുണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഈ മനുഷ്യൻ ഓടിച്ചെന്ന് മുത്തുനബിയെ, ഞാനും അങ്ങയുടെ സമുദായത്തിൽപ്പെട്ടവനാണ്, എനിക്ക് ശഫാഅത്ത് ചെയ്യണം, എനിക്ക് ഈ ഭയാനകമായ മഹ്ശറിൽ ഇനി നിൽക്കാൻ കഴിയൂല, എനിക്ക് ശഫാഅത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനോട് അപേക്ഷിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം വറക്കപ്പറ. അപ്പോൾ ഹബീബായ നബി ഈ മനുഷ്യനോട് ചോദിച്ച്, അൻത മിൻ ഉമ്മത്തി, അൻത മിൻ ഉമ്മത്തി, ഈശ്വരന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണെന്ന് ചോദിച്ചു. ഞാൻ മിൻ ഉമ്മത്തിക്ക് യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളെന്നെ നബി എന്നാണ്. ഹൽ ഇൻദക മിൻ ബയ്യിന, ഹൽ ഇൻദക മിൻ ബയ്യിന, നീ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണെന്ന് നിന്റെ കയ്യിൽ തെളിവുണ്ടോന്ന് ചോദിച്ച്. അപ്പോൾ മനുഷ്യൻ പറഞ്ഞു, പുണ്യനബിയേ, പുണ്യനബിയേ, മുത്തുനബിയേ, പുണ്യനബിയേ സല്ലല്ലാഹു. ഒറ്റ മിനിറ്റ് തലേക്ക് കയറ്റേണ്ട വിഷയമാണ്. ഞാൻ അഹ്ലു ബൈത്തിന്റെ മനാഖിബ് പഠിച്ചപ്പോൾ ഒരു കിതാബിൽ കണ്ട ഒരു വാർത്തയാണ്, അത് നിങ്ങൾ അറിയിക്കുകയാണ്. മനസ്സിലായില്ല. ഒരു അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാൾ വന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണെന്നതിന് തെളിവെന്താന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ തെളിവ് കൊണ്ടുവരാൻ പോയി. ഇയാൾക്ക് ക്ഷീണം വന്നപ്പോൾ ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? മഹ്ശറായിട്ടുണ്ട്, ജനങ്ങളാകെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ള ശഫാഅത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഓടിച്ചെന്ന് മുത്തുനബിയോട് പറഞ്ഞു, മുത്തുനബിയെ, നിങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യണം, ഞാൻ നിങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ പുണ്യനബി ചോദിച്ചു, ഇജിന്റെ ഉമ്മത്തിൽപ്പെട്ടതോ അല്ല എന്തൊക്കെ മിൻ ബയ്യിന, നിങ്ങൾ എന്റെ കയ്യിൽ ഇജിന്റെ ഉമ്മത്തിൽപ്പെട്ടതാണെന്ന് തെളിവുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നബിയെ, ഞാൻ ഈ മഹ്ശറിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ, ഇവിടുന്ന് എനിക്ക് എന്ത് തെളിവ് പറയാനാണ്? അപ്പോൾ പറഞ്ഞ, നിന്റെ കാൽ ചുവട്ടിൽ, നിന്റെ വീട്ടിൽ, നിനക്ക് അധികാരമുള്ള സ്ഥലത്ത് എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് ഞാൻ നബിയുടെ കുടുംബക്കാരനാണെന്ന് പറഞ്ഞു വന്നിട്ട് നീ എന്റെ ഒരു പേരക്കുട്ടിയെ തെളിവ് കൊണ്ടുവാ എന്ന് പറഞ്ഞ് മടക്കി പറഞ്ഞേച്ചല്ലോ. എന്റെ ആ കുട്ടി വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷമസന്ധിയിൽ നീ എന്റെ സമുദായത്തിൽപ്പെട്ടവനാണെന്നതിന് തെളിവെവിടാ കൊണ്ടുവാ എന്ന് ഞാൻ പറയുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചു പുണ്യ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ചിന്തിക്കുക. ഒരിക്കൽ ഒരാൾ ഇത് അഹ്ലു ബൈത്തിന്റെ മനാഖിബിലാണ്. അഹ്ലു ബൈത്തിന്റെ അടുത്ത് അബദ്ധം കണ്ടാൽ പോലും സാധാരണ ജനങ്ങളോട് പറയുന്ന വിധത്തിൽ പറയാൻ പാടില്ല. കാരണം അവരെ വല്യാപ്പ മുത്തുനബിയാണ്. ഉറക്കപ്പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒരിക്കൽ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാൾക്ക് വേറൊരാൾ ഒരു പാരിതോഷികം വഴി കൊടുത്തയച്ചു. ഒരാളൊരു പാരിതോഷികം കൊടുത്തയച്ചു. സിക്കൊക്കെ പാരിതോഷികം തന്നയച്ചു. നിന്റെ അടുത്ത് ഒരു അഹ്ലു ബൈത്തിന് പെട്ടെന്ന് കൊടുക്കാൻ ഉദാഹരണം. അങ്ങനെ ഈ ആള് ഈ പാരിതോഷികം കൊണ്ട് ചെന്നപ്പോൾ ഒറ്റ മിനിറ്റ് നീ ഭംഗിയ ആയിക്കോട്ടെ എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഞാൻ കൊടുക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും വലിയ പൈസ കൊടുക്കണം. ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, വലിയ പൈസ കൊടുക്കണം. ഇത് കുട്ടികളാണ്. കുട്ടികള് തോന്നിയാസത്തിന് വരെ ഒരുമിച്ച് കൂടുന്ന ഒരു കാലത്ത് നമ്മുടെ SKSFന്റെ കുട്ടികൾ നന്മക്കാണ് ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ അവരെ സഹായിക്കൽ നമ്മളെ കടമയാണ്.
നമ്മളെ കുട്ടികളെ എല്ലാവരും സഹായിക്കണം, എല്ലാവരും നിറഞ്ഞ് സഹായിക്കണം, അവരെ സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്നു. പ്രസംഗം നീട്ടൂല, കുറഞ്ഞ കാര്യം കൊണ്ട് അവസാനിപ്പിക്കും. അപ്പോൾ ചിന്തിക്കുക, അപ്പോൾ ഇയാള് ഈ പാരിതോഷികം കൊണ്ടുവന്നു, അഹ്ലു ബൈത്തിൽപ്പെട്ട ഇയാളടുത്തേക്ക് വന്നു. ഇങ്ങോട്ട് നോക്ക്. അപ്പൊ അപ്പോൾ അതിൽ നിന്ന് ഈ അഹ്ലു ബൈത്തായ ആളിൽ നിന്ന് ഒരു മോശപ്പെട്ട ഒരു രീതി വെളിവായി. അപ്പോൾ ആ പാരിതോഷികം കൊടുത്തില്ല. ഇയാളൊരു മോശപ്പെട്ട സയ്യിദാണ് എന്ന് വിചാരിച്ച് ആ പാരിതോഷികം മടക്കി കൊണ്ടുവന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്കണം. ഈ മനുഷ്യൻ ഹറമിലായിരുന്നു. ഹറമിൽ വെച്ചാണ് ആ സയ്യിദിനെ കണ്ടത്. പക്ഷേ സയ്യിദിൽ നിന്ന് ഒരു മോശപ്പെട്ട കാര്യം വെളിവായി. മനുഷ്യന്മാരല്ലേ, അബദ്ധങ്ങൾ സംഭവിക്കുമല്ലോ. മോശപ്പെട്ട കാര്യം വെളിവായപ്പോൾ പാരിതോഷികം കൊണ്ടുവന്ന മനുഷ്യൻ എന്ത് ചിന്തിച്ച്, ഇത് വാങ്ങാനൊന്നും ഇയാൾ അർഹനല്ല, ഞാനിത് അയാൾക്കെന്നെ മടക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് വിചാരിച്ച് ആ പാരിതോഷികവും കൊണ്ട് തിരിച്ചു വന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ സ്വപ്നം കണ്ട്. എന്താ ഈ സ്വപ്നത്തെ പറ്റി പറയുന്നത്? സ്വപ്നം ബിശാറത്തായി, മുഅ്മിനീങ്ങൾക്ക് ബിശാറത്തായി ലഭിക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അവസാനം രണ്ടാളെ തോളിൽ തൂങ്ങി മുത്തുനബി പള്ളിയിൽ വന്നു. ഒന്ന് അലി ബിൻ അബി ത്വാലിബിന്റെ റളിയല്ലാഹു അൻഹു, ഒന്ന് ഫളൽ ബിൻ അബ്ബാസിന്റെ റളിയല്ലാഹു. കാല് വേച്ച് വലിച്ച് പള്ളിയിലേക്ക് കടന്നു. എന്നിട്ട് പറഞ്ഞല്ലോ, ലം യബ്ഖ മിനസ് സമാഇ ഇല്ലൽ മുബശ്ശിറാത്തു വറുയ സ്വാലിഹ. കഴിഞ്ഞ് ഇന്ന് മാനത്തുനിന്ന് വഹി ഇറങ്ങി വരൂല. കഴിഞ്ഞ് ഇനി മാനത്തുനിന്നൊന്നും വരാനില്ല. ഇല്ലൽ മുബശ്ശിറാത്തു, ചിലപ്പോൾ ചില മുബശ്ശിറാത്തുകൾ ലഭിക്കും. റുയ സ്വാലിഹ, മുഅ്മിനീങ്ങൾക്ക് നല്ല നല്ല സ്വപ്നം ലഭിക്കും. ഇനി ആകാശത്തുനിന്ന് ഒന്നും വരാനില്ല പുണ്യ റസൂൽ. അപ്പോൾ നല്ല സ്വപ്നങ്ങൾ. എവിടെ ഹദീസ്? സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തെങ്കിലുമല്ല പറയുന്നത്, മുബശ്ശിറാത്തും റുയ സ്വാലിഹാത്തും മുഅ്മിനീങ്ങൾക്ക് വരും. ആ റുയ സ്വാലിഹത്തിൽപ്പെട്ട ഒരു കാര്യം പറയുന്നത്. ഹറമിലെ പാരിതോഷികം കൊടുക്കാൻ വേണ്ടി വന്ന ഈ ആള് വലിയ മഹാനാ, അദ്ദേഹം കൊടുത്തില്ല. ഈ തോന്യാസം കാണിക്കുന്ന ഇയാൾക്കത് കൊടുക്കണ്ട, എന്ത് സയ്യിദ്, ഇയാൾ ഇതിനൊന്നും അർഹനല്ല, തിരിച്ചുകൊണ്ടുപോയി. അങ്ങനെ തിരിച്ചു കൊടുത്തില്ല. അത് ഭാണ്ഡത്തിൽ തന്നെ കെട്ടിപ്പോയി. അപ്പുറത്ത് അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? മാശറ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് വിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇയാൾ ഓടുക. സ്വർഗത്തിലേക്ക് ഓടി ചെന്ന് മലർക്കെ തുറന്നിട്ട് സ്വർഗത്തിന്റെ വാതിലിൽ ഇങ്ങനെ കേറാൻ വേണ്ടി നോക്കുമ്പോൾ സ്വർഗത്തിന്റെ വാതിലിൽ ഈ മനുഷ്യന്റെ തൊട്ട് മുന്നിൽ ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ കരളായ പുത്രി ഫാത്തിമ വാതിൽ അടച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കിടക്കാൻ പറ്റൂല, വിശടക്കാൻ പറ്റൂല. പക്ഷെ എങ്ങനെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് കയറിപ്പോണ്? അള്ളാന്റെ പാരിതോഷികമാകുന്ന സ്വർഗത്തിലേക്ക് കയറി. എന്റെ ഒരു പേരക്കുട്ടിക്ക് ഒരാൾ ഒരു സാധനം കൊടുത്തയച്ചത് നിനക്ക് പറ്റിയില്ല. എന്താ വിചാരിച്ച് നിന്റെ പേരക്കുട്ടി നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും നോക്കാൻ ഞാനും എന്റെ വാപ്പയുണ്ട്. വിചാര ആര് പറഞ്ഞു? ആര് പറഞ്ഞ്? ഫാത്തിമ. വളരെ ചിന്തിക്കണം. പാർട്ടിയുടെ പേരിലോ ഗ്രൂപ്പിന്റെ പേരിലോ അഹ്ലു ബൈത്തിനെ വിമർശിക്കാൻ പാടില്ലാത്തതാണ്. അഹ്ലു ബൈത്തിനെ വിമർശിച്ചവര് ദുനിയാവിൽ വെച്ച് തൗബ ചെയ്യാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇങ്ങോട്ട് നോക്ക്. നമ്മൾ എന്താ വിചാരിച്ചത്? നമ്മളാകെ പഠിച്ചത് അല്ലാഹു തൗബ സ്വീകരിക്കാത്ത രണ്ടവസ്ഥ. ഒന്ന് റൂഹ് തൊണ്ടേ കുഴിക്കിട്ട്, അല്ലേ? പാരാ ചങ്ങാതിമാരെ, എന്താ നിങ്ങൾ ഉറങ്ങിയിരിക്കുന്നത്? പാരാ കഴിഞ്ഞ് നീറ്റൊന്നും പറയൂല. നീട്ടി പറയേണ്ട ആവശ്യമില്ല. എന്തിനാ കുറെ നീട്ടി പറയുന്നത്?
നിങ്ങൾക്ക് തലയൊക്കെ കയറിയോ? നിങ്ങൾക്ക് തലയൊക്കെ കയറിയോ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നോക്കൂ, അള്ളാഹു തോപ സ്വീകരിക്കാത്ത രണ്ടവസ്ഥയെ നമ്മൾ പഠിച്ചു. ഒന്ന് റൂഹ് തുണകുഴിയുടെ, 2 സൂര്യൻ പടിഞ്ഞാറവസ്ഥ ഉദിക്കുക. 3ാമത്തെ അവസ്ഥ ഉണ്ട്. സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൻ ഖദഅ ഇമാമനൽ മഹ്ദി മിൻ ഔലാദി ഫാത്തിമ മിൻ സുലാലത്തി ഹസൻ. മഹ്ദി ഇമാമിനെ ചതിക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു മഹ്ദി ഇമാം വരാനായിട്ടുണ്ട്. മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ ചതിച്ചാല് ഫലാ യതൂബുല്ലാഹു അലൈഹി അബദാ. അല്ലാഹു തൗബ സ്വീകരിക്കില്ല മുത്തനബി. എന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട അവസാനം വരുന്ന നേതാവാണ് ആര്? മഹ്ദി ഇമാം. മിൻ ഔലാദി ഫാത്തിമ, ഫാത്തിമയുടെ പേരക്കുട്ടിയാണ് റളിയല്ലാഹു അൻഹു. മിൻ സുലാലത്തി ഹസൻ, ഹസൻ ഖബീലയിൽ വരുന്ന കുഞ്ഞുമോനെ 40 വയസ്സാകുമ്പോൾ ഉയർന്നു വരുന്ന പൊന്നുമോനാണ് ഇമാമുൽ മഹ്ദി. മഹ്ദി ഇമാമിന്റെ പട്ടാളത്തിൽ ചേരുക, എന്നിട്ട് വഴിന്ന് പിന്തിരിഞ്ഞാണ് പോയാൽ ഫലാ യതൂബുല്ലാഹു അലൈഹി അബദാ. ഒരിക്കലും പിന്നെ അവന്റെ തൗബ അല്ലാഹു തആല കാരണം ചതിച്ച് ആര് അഹ്ലു ബൈത്തിനെ ചതിച്ച്. എവിടെ ചതിച്ച്? ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ചതിച്ച്. അതാ പ്രശ്നം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. യൂറോപ്പിലേക്ക്, മക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് പുറപ്പെടും ബഹുമാനപ്പെട്ട മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു. യൂറോപ്പിലേക്ക് എത്തേണ്ട ബഹുമാനപ്പെട്ടവര് ഏകദേശം ഖുറാസാൻ വിട്ട് കിടക്കുമ്പോഴേത്തിന് തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ തകർന്ന് തരിപ്പണമാകുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴത്തിന് ഞാൻ മനസ്സിലാക്കിയത്തോളം അതൊരു വൻ യുദ്ധമായിരിക്കും. ഭയങ്കര ഒരു യുദ്ധം വരാൻ പോകുന്നത് പോലെയാണ് ഏകദേശം മനസ്സിലാവുന്നത്. ഇന്നത്തെ രീതിയും അങ്ങനെ മനസ്സിലാവുന്നു. അല്ലാഹു അഅലം. എന്തായാലും 1ഉം 2ഉം മഹായുദ്ധങ്ങൾ ഉണ്ടായതിന്റെ പിന്നിൽ മുസ്ലിം സംഘശക്തി ക്ഷയിപ്പിക്കാനുള്ള ജൂതതന്ത്രമായിരുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇനിയും അങ്ങനെ തന്നെ ആകും. ഏതായാലും ബഹുമാനപ്പെട്ട മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു ഒരു രാത്രി വന്നിട്ട് ഒരു ഭരണാധികാരി മരിച്ച ഒരു പ്രശ്നം മക്കായിൽ നടക്കും. അപ്പോൾ ഒരു രാത്രി ഹജ്ജിന്റെ സമയത്ത് ഒരു രാത്രി റുക്നുൽ ഹജറിന്റെയും മഖാം ഇബ്രാഹിമിന്റെയും കൂടെ ഇടയിൽ രാത്രി വന്നിരിക്കും മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു. അങ്ങനെ മക്കക്കാരും മദീനക്കാരും ഇറാഖുകാരും ബൈഅത്ത് ചെയ്യും. പിറ്റേന്ന് രാവിലെ മഹ്ദി ഇമാം യൂറോപ്പിനെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി പുറപ്പെടും. ആദ്യം പുറപ്പെടുക കോൺസ്റ്റാന്റിനോപ്പിളിലേക്കാണ്. അവർ പുറപ്പെട്ട് ഖുറാസാനിലെത്തുമ്പോഴത്തേന് കോൺസ്റ്റാന്റിനോപ്പിൾ തകരും എന്ന് പുണ്യ റസൂൽ. ആ യാത്രയിൽ മഹ്ദി ഇമാമിനെ തകർക്കാൻ വേണ്ടി ജൂതന്മാരും അന്നത്തെ അമേരിക്കയും മറ്റുമൊക്കെ കൂടി വരുമായിരിക്കും. ഭയങ്കര ശക്തിയായിട്ട് വരും. ഇത് കാണുമ്പോൾ ഈ പട്ടാളത്തിൽ ചില ആള് ഈമാൻ ഇല്ലാത്ത ആളുകൾ പിന്തിരിഞ്ഞു പോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ ഒരിക്കലും പിന്തിരിഞ്ഞോടാത്ത ഒരു പരമ്പരയെ അള്ളാഹു നമുക്ക് നൽകട്ടെ. മഹ്ദി ഇമാമിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സൈന്യത്തെ അള്ളാഹു, ആ സൈന്യത്തിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ, നമ്മളെ മക്കളെ ചേർത്ത് തരട്ടെ. ആരെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടിയെ ചതിച്ചാലോ ഫലാ യതൂബുല്ലാഹു അലൈഹി അബദാ. ഒരിക്കലും അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കൂലാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. കാരണം അഹ്ലു ബൈത്തിനെ ചതിക്കുന്ന ഭയങ്കര പ്രശ്നമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വിഷയം മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കണം. ബഹുമാനിക്കണം. അത് മൂത്തവരെ ബഹുമാനിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം, ആലിമിനെ ബഹുമാനിക്കണം. ആലിം മുതഅല്ലിം ഒരു പള്ളിപ്പറമ്പിന്റെ അരികിലൂടെ നടന്നു പോയാൽ യുഖഫഫുൽ അദാബു അൻ അഹ്ലിൽ ഖുബൂരി, ആ പരിസരത്തെ ഖബറാളികൾക്ക് അദാബ് ലഘൂകരിക്കപ്പെടുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ മുതഅല്ലിമീങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്, ആലിമീങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ബാപ്പ ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്, ഉമ്മ ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്. കുട്ടികളെ ഈ ബഹുമാനമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മെല്ലെ 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 ഇന്ന് അപ്രത്യക്ഷമാകുന്നത്. ഈ കാര്യം എല്ലാവരും ചെയ്യണം എന്ന് വളരെ താഴ്മയായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ബഹുമാനമാണ്. ഇനി ഇതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? കാരണം ബാപ്പമാർ തന്നെ. എങ്ങനെ? ഇപ്പൊ ഈ ഇരിക്കും പോലെ വീടാന്തരം ബാപ്പയും മക്കളും ഇരുന്ന്
നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് നല്ല നല്ല മനുഷ്യന്മാരാകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല. ബാപ്പയും മക്കളും ഒരേപോലെ ഇരുന്ന് സിനിമ കാണും, പിന്നെ ബഹുമാനം. അപ്പൊ മകനെ ഒറ്റക്ക് നരകത്തെ തള്ളൂല. ഈ താഴെയും ഇല്ലാതാക്കിന്റെ പ്രധാനപ്പെട്ടവര് അപ്പാരാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്കും. ഒരു മുസ്ലിയേര് തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാരെ കാണാൻ പോയി. അങ്ങനെ കോഴിക്കോട് നിന്ന് ബസ് കയറി പോയി പുളിക്കലങ്ങാടിയിൽ ബസ് സ്റ്റോപ്പിന്റെ നേരെ അടുത്താണ് വലിയ സിനിമ പോസ്റ്ററുണ്ട്, വലിയ സിനിമ പോസ്റ്ററുണ്ട്. അവിടെ എത്തിയപ്പോ ബസ് നിർത്തി. അപ്പൊ ഇയാളിങ്ങനെ ഒന്ന് നോക്കി, ഈ സിനിമ പോസ്റ്ററിലേക്ക് ഒന്നിങ്ങനെ അറിയാതെ നോക്കി. അങ്ങനെയുള്ള മനുഷ്യന്മാർ സ്വാഭാവികമായി ഒന്നിങ്ങനെ നോക്കുമല്ലോ. അപ്പൊ കയ്യും കാലും വെളുത്ത പെണ്ണുങ്ങളും ആണുങ്ങളും ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഹാഫ് ട്രൗസറും മറ്റൊക്കെ ഇട്ട് പെണ്ണും ആണും ഇങ്ങനെ നിൽക്കുന്നത്. ഇയാളൊന്നിങ്ങനെ നോക്കിപ്പോയി. അത് കഴിഞ്ഞിട്ട് അതൊന്നും പരിഗണിക്കൂലല്ലോ. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയി. അങ്ങനെ മോങ്ങത്ത് ബസ് ഇറങ്ങി പിന്നെ ഓട്ടോറിക്ഷ എടുത്ത് നേരെ പൂക്കുളത്തേരി ചെന്നപ്പോൾ ഒരു പീഡിയക്കൊലയിൽ ഇരിക്കുന്നുണ്ട് തിരുപ്പഞ്ചി മുസ്ലിം. വലിയ മഹാനായിരുന്നു അദ്ദേഹം. അള്ളാഹു അവരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാം മടക്കിയ സാധാരണ വരുന്ന മൂല്യരാണ്. സാധാരണ തിരുപ്പഞ്ചി സമാചാരുന്ന ആളുമാണ്. അസ്സലാമു അലൈക്കും. അസ്സലാം. അങ്ങനെ പരതിയിട്ട് തിരുപ്പഞ്ചി ഉസ്താദ് ഇങ്ങനെ അവിടുന്ന് എണീറ്റ് അപ്പുറത്ത് അങ്ങേ ഭാഗത്തൊരു മാതൃഭൂമി പേപ്പറിൽ ഒരു സിനിമന്റെ പരസ്യമുണ്ട്. അതിങ്ങനെ എടുത്ത് മടക്കി കൊണ്ടുവന്ന് ആ സിനിമന്റെ അതിങ്ങനെയുള്ള ഭാഗത്തെത്തിയപ്പോ ഇങ്ങനെ മടക്കി ഇങ്ങനെ കൊണ്ടുവന്ന് പിടിച്ച് മോലിയാരെ മുന്നിൽ ഇങ്ങനെ നിർത്തിയിട്ട് താടിമ പിടിച്ചിട്ടാ. ഈ താടിയും തപ്പറയൊക്കെ വെച്ച് അടക്കല്ലേ എന്നാ നോക്കിക്കാളാം. കൊഞ്ചല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇത് മൂല്യർ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ മൂല്യം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒരു സ്വഭാവം. എന്തിനാത് പറയാൻ? ഒരു സിനിമ പോസ്റ്റർ നോക്കിയതിന് പോലും അവരൊക്കെ കണ്ട വലിയ ഗൗരവം എത്രയാണെങ്കിൽ അല്ലേ? അതല്ലേ പറ. അത് സിനിമയാണോ? സിനിമ പോസ്റ്റർ സിനിമയാണോ? ഒന്ന് പറ ചങ്ങാതിമാരെ. എന്താണ് നിങ്ങൾ അന്തമിട്ടിരിക്കുന്നത്? പറഞ്ഞാൽ മനസ്സിലായില്ലേ? സിനിമ പോസ്റ്റർ സിനിമയാണോ? അല്ല. പക്ഷെ ആ പോസ്റ്റർ നോക്കിയതിന്റെ പേരിൽ പോലും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, നിന്റെ സലാം അടക്കണ പണിയല്ല എനിക്ക് എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ച്. എങ്കിൽ പാപ്പയും മക്കളും ഒരേ സെറ്റിയിൽ ഇരുന്നിട്ട് സിനിമയാണ്. പിന്നെ എന്ത് തള്ളിയുമ? അപ്പോൾ താഴെയുമ്പോ പോകാനുള്ള കാരണം എന്താ? പിതാക്കൾ. ഇനി ഇതിൽ നിന്നാണ് അടുത്ത തലമുറ ഉണ്ടാവുക. يكون في آخر الزمان دجالون كذابون. ആഖിർ സമാനിൽ ഗ്രാമാന്തരങ്ങളിൽ ദജ്ജാലുമാർ ജനിക്കുമെന്ന് മുത്ത റസൂൽ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ ദജ്ജാലുമാർ സമുദായത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തും. ആരും പറഞ്ഞിട്ടില്ലാത്ത പുതിയ വാദഗതികളും കൊണ്ടുവരും. ജനങ്ങളെ അവർ പഴപ്പിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇന്ന് ഗ്രാമാന്തരങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകൾ വന്നു കൂടിക്കൊണ്ടിരിക്കും.